അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്തുൽ ലുഖ്മാനിലെ 12-ാമത്തെ ആയത്തിലെ ആദ്യ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ ശുക്രിനെ കുറിച്ച് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞു പോയി. ശുക്ർ ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ നിഅമത്ത് നിലനിൽക്കാനുള്ള അടിസ്ഥാന കാരണമായിട്ട് അള്ളാഹു ഈ ആയത്തില് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിനോട് മാത്രല്ല, സമസൃഷ്ടികളോട് നന്ദിയുള്ളവനാകുക എന്നുള്ളതും ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അനിവാര്യമായ ഒരു വിശ്വാസിയുടെ ജീവിത ചിട്ടയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അമല്ലം യഷ്കുരിന്നാസ ഫലം യഷ്കുരില്ല എന്നൊരു ഹദീസ് നമുക്ക് പരിശുദ്ധ റസൂലിൽ നിന്നും കേൾക്കാൻ കഴിയും. മനുഷ്യരോട് നന്ദി കാണിക്കാത്തവന് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ കഴിയില്ല. അപ്പോ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകാശനത്തിനോടൊപ്പം തന്നെ സമസൃഷ്ടികളോടുള്ള നന്ദി കൂടി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ജീവിതത്തിൽ നമ്മൾ വല്ലതും നേടുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തോടൊപ്പം തന്നെ അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ നിക്ഷേപിക്കുന്ന റഹ്മത്തിന്റെ ഭാഗമായിട്ട് പലരിൽ നിന്നുമുള്ള സഹായ ഹസ്തം കൊണ്ടും പിന്തുണ കൊണ്ടും അവരുടെ പലതരത്തിലുള്ള ഇടപെടൽ കൊണ്ടുമെല്ലാമാണ് എല്ലാ മനുഷ്യരും എല്ലായിടങ്ങളിലും എത്തിപ്പെടുന്നതും അവന് ഭൗതിക ലോകത്ത് പലതും ലഭിക്കുന്നതും. അപ്പോ ജീവിതത്തിൽ ഒരു സാമൂഹിക സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാവരോടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് അവന്റെ ഉപ്പയും അവന്റെ ഉമ്മയുമാണ്. അതിനുശേഷം അവന്റെ ഗുരുനാഥന്മാര്, അതിനുശേഷം അവന്റെ ചുറ്റുപാടുള്ള അയൽവാസികള്, അതിനപ്പുറം മറ്റു മനുഷ്യര്. ഇങ്ങനെ ഓരോ ആളുകളുമായിട്ട്, ഓരോ വിഭാഗങ്ങളുമായിട്ട് മനുഷ്യൻ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എല്ലാവരോടും വാക്കുകൊണ്ടും ചെയ്തി കൊണ്ടും നന്ദിയുള്ളവനാകുക എന്നുള്ളത് അള്ളാഹു മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്, തേടുന്നുണ്ട്. അതിൽ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ സ്വയം അവനെ തന്നെ തിരിച്ചറിഞ്ഞ് പ്രപഞ്ചത്തിലേക്ക് നോക്കി പ്രപഞ്ചം അവന് വേണ്ടിയുള്ളതാണെന്നും അവന് വേണ്ടി ഒരുക്കിയതാണെന്നും ആ സംവിധാനം ഒരുക്കിയ സർവശക്തനായ നാഥനോട് ഹൃദയപൂർവമുള്ള നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് അവൻ സ്വയം തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ധന്യമാക്കേണ്ടതുണ്ട് എന്ന് പലയിടങ്ങളിലായിട്ട് ഖുർആൻ പറഞ്ഞു പോവുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നാം എന്ന ഈ സൃഷ്ടിയിലേക്ക് സ്വയം നോക്കി, അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിലേക്ക് നോക്കി പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഇതെല്ലാം ഭൗതിക ലോക ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ സമയം അതിനു വേണ്ടി അവിടെ ഉപയോഗിക്കുവാനും ഈ ഭൗതിക ലോക ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗിച്ച് കടന്നു പോകാനുള്ള സ്വയമുള്ള അറിവ് അത് മനുഷ്യന് അവന്റെ ചുറ്റുപാടിലേക്ക് നോക്കി ആർജിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു പോയ ആയത്തുകളിലൂടെ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ശുക്ർ എന്നുള്ളത് അത് നിഅമത്ത് നിലനിന്നു പോകാനുള്ള കാരണമാണ്. അപ്പോ ഒരു പിതാവിനെ അള്ളാഹു എടുത്തു കാണിച്ച് ആ പിതാവും മകനും തമ്മിലുള്ള സംസാരങ്ങൾക്ക് മുമ്പേ ആ പിതാവിന്റെ മഹത്വത്തെ, ആ പിതാവിന്റെ ജീവിത ചിട്ടയെ, ആ പിതാവിന്റെ ചിന്താശേഷിയെ, അള്ളാഹുവുമായിട്ടുള്ള ആ പിതാവിന്റെ ബന്ധത്തെ എല്ലാം ആദിക്ക് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നേരെ അങ്ങ് ലുഖ്മാൻ തന്റെ കുഞ്ഞിനോട് പറഞ്ഞു എന്ന് പറയല്ല ചെയ്യുന്നത്.
തന്റെ കുഞ്ഞിന് ഉപദേശം നൽകുന്നതിന് മുമ്പ് ജീവസുറ്റ സന്ദേശങ്ങൾ പകർന്നു നൽകുന്നതിന് മുമ്പ് അത് നൽകുന്ന വ്യക്തിയുടെ മഹത്വം എന്താണ്, ആ വ്യക്തിയുടെ ജീവിതം ഏതെല്ലാം തരത്തിൽ അവന്റെ നാഥനുമായി അഗാധമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് അയാള് കാര്യങ്ങളെ നോക്കിക്കണ്ടിരുന്നത് എന്നെല്ലാം നമ്മെ പറഞ്ഞ് അള്ളാഹു ബോധ്യപ്പെടുത്തി തന്നതിന് ശേഷം ആ വ്യക്തി തന്റെ കുഞ്ഞിനോട് നടത്തുന്ന ഉപദേശങ്ങളെ പിന്നീട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഇവിടെ അതിലെ ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് അള്ളാഹു ആദ്യം എടുത്തു കാണിക്കുന്നത് അദ്ദേഹം നന്ദിയുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. അത് അള്ളാഹുവിനോടാണെങ്കിലും സമസൃഷ്ടികളോടാണെങ്കിലും. അപ്പൊ അത്തരം ഒരു പിതാവിന്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയാകട്ടെ മക്കളാകട്ടെ അവര് ഏറ്റവും ഭാഗ്യം ലഭിച്ചവരായിരിക്കും. തന്റെ പിതാവിന്റെ ജീവിതത്തിൽ നിന്ന് ആ മക്കള് അനുഭവിക്കുന്ന, കാണുന്ന, അറിയുന്ന ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ സ്വാഭാവികമായും മക്കളിലേക്ക് സന്നിവേശിക്കും. അവര് ആ പാത പിൻപറ്റുകയും ചെയ്യും. അപ്പൊ ഇവിടെ അതൊരു വലിയ ചിന്താ വിഷയമാണ്. ഉപദേശകൻ ആ പറയുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പാലിക്കുന്നവരായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് നിങ്ങൾ ചെയ്യാത്തത് പറയരുത് എന്ന് പറയുന്നത്. ഇവിടെ ലുക്മാൻ ചെയ്യുന്ന കാര്യങ്ങളെ തന്റെ ജീവിതത്തിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളെയാണ് തന്റെ കുടുംബത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ജീവിത ചിട്ടയായി അദ്ദേഹം നന്ദിയുള്ള മനുഷ്യനായിരുന്നു എന്ന് അള്ളാഹു ആദിക്ക് പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് പറയാണ് ഒരാള്, അത് എല്ലാ മനുഷ്യരുമായിട്ട് ബാധകമായ ഒന്നാണ്, ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. വമയ്യഷ്കുർ, ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ നഫ്സിഹി, അവൻ നന്ദി കാണിക്കുന്നത് അവനോട് തന്നെയാണ്. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ, നന്ദി കെട്ടവനായാൽ ഹമീദ്, അള്ളാഹു സ്തുത്യർഹനും ഐശ്വര്യവാനുമാണ്. ഇവിടെ ഇമാം ഷഅറാവി മനോഹരമായി ഈ യഷ്കുർ എന്ന വാക്കിനെയും കഫറ എന്ന വാക്കിനെയും മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട്. അള്ളാഹു ഇവിടെ രണ്ട് രൂപത്തിലുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞെടുത്ത് വമൻ യഷ്കുർ, അത് ഭാവികാല ക്രിയയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത് വമൻ കഫർ എന്നുള്ളിടത്ത് ഭൂതകാല ക്രിയയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതെന്തിനാണ് അങ്ങനെ ഉപയോഗിച്ചത്? വമൻ യക്ഫുർ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? നിഷേധിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ പോരെ. അവൻ കഫറ, നിഷേധിച്ചാൽ. അപ്പൊ ഭൂതകാല ക്രിയ എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു? കഫറ എന്നുള്ളതിൽ, നിഷേധത്തെ പ്രകടിപ്പിക്കുന്നതിൽ ഭൂതകാല ക്രിയ ഉപയോഗിക്കുകയും, എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഭാവികാല ക്രിയ ഉപയോഗിക്കുകയും ചെയ്തതിന്റെ പിന്നിൽ അള്ളാഹു തന്റെ ദാസനിൽ നിന്നും എന്നും നന്ദി പ്രതീക്ഷിക്കുന്നു. അവൻ എപ്പോഴും നന്ദിയുള്ളവനാകാൻ ആഗ്രഹിക്കുന്നു. ഭൂതകാല ക്രിയ ഉപയോഗിച്ചതിലൂടെ തന്റെ ദാസനിൽ നിന്നും മനുഷ്യരിൽ നിന്നും അള്ളാഹു നന്ദി കേട് ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു വലിയ ചിന്ത ഈ വാക്കിന്റെ പ്രയോഗത്തിൽ പോലും അള്ളാഹു ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഇമാം ഷഅറാവി വിശദീകരിക്കുന്നുണ്ട്. സൂക്ഷ്മമായി നോക്കിയാൽ മതി. ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും. എന്നാൽ എന്തുകൊണ്ട് ആ രൂപത്തിൽ വാക്കുപയോഗിച്ചു എന്നുള്ളത് സൂക്ഷ്മ വായനക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. വമൻ യഷ്കുർ, നന്ദി കാണിക്കുന്നുവെങ്കിൽ, ഒരാൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അവൻ അവനോട് തന്നെ നന്ദി കാണിച്ചു കൊണ്ടേയിരിക്കുന്നു. വമൻ കഫർ, ആരെങ്കിലും നിഷേധിച്ചാലോ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അള്ളാഹു ഗനിയാണ്, ഹമീദാണ്. ഇവിടെ എന്തുകൊണ്ട് ഗനിയ് എന്നുള്ളതിനെ അള്ളാഹു
മുന്തിക്കുകയും ഹമീദ് എന്നുള്ളതിനെ എന്തുകൊണ്ട് പിന്തിച്ചു പറയുകയും ചെയ്തു? അവിടെയും ഇമാം ഷഅറാബിയുടെ മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട്. അതായത് മനുഷ്യന് എപ്പോഴും നന്ദിയുള്ളവരാകണമെന്ന് ആഗ്രഹിക്കുന്നു, അവൻ ഒരിക്കലും നന്ദി കെട്ടവനാകാൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നന്ദി കെട്ടവനായി ജീവിക്കുന്ന മനുഷ്യനോട് തന്നെ അള്ളാഹു ഏറെ കാരുണ്യമുള്ളവനാണ്. അവൻ നന്ദികേട് കാണിക്കുമ്പോഴും അവന്റെ റഹ്മാൻ എന്ന സിഫത്ത് കൊണ്ട്, അവൻ അള്ളാഹു റബ്ബാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭൗതിക ലോകത്ത് അവന് എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടേയിരിക്കുന്നു. അവൻ ഖനിയാണ്. അവന് നൽകുന്നതിൽ അള്ളാഹു ഒരിക്കലും പിശുക്ക് കാണിക്കൂല. നിഷേധിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹു ഒരിക്കലും പിശുക്ക് കാണിക്കുന്നില്ല. അവനെല്ലാം നൽകിക്കൊണ്ടേയിരിക്കുന്നു. കാരണം അവന് വേണ്ടിയാണ് സൂര്യൻ ഉദിക്കുന്നത്, അവന് വേണ്ടിയാണ് വായുവും വെള്ളവും മറ്റു ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അള്ളാഹു മനുഷ്യന് വേണ്ടിയാണ്. തന്നെയുമല്ല, അവൻ ഖലീഫ എന്ന സ്ഥാനത്തിന് അർഹനാണ്. ഖലീഫ എന്ന സ്ഥാനത്തിന്റെ മഹത്വം ഒരു മനുഷ്യനിൽ നിലനിൽക്കുന്നത് ഇഫ്അൽ വലാ തഫ്അൽ എന്ന രണ്ട് കൽപ്പനയിലാണ് എന്ന് പലയിടങ്ങളിലായിട്ട് ഷഅറാബി പറഞ്ഞു പോകുന്നുണ്ട്, റഹ്മത്തുള്ളാഹി അലൈഹി. പലയിടങ്ങളിലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഇഫ്അൽ വലാ തഫ്അൽ, ഇത് ചെയ്യണം ചെയ്യരുത്. അപ്പൊ ഖലീഫ എന്ന സ്ഥാനത്തിന് അർഹനാകുന്നത് കൽപ്പനയെ പൂർണ്ണമായി മാനിക്കുമ്പോഴാണ്. ആ കൽപ്പനയെ പൂർണ്ണമായി മാനിക്കുന്നത് തന്നെ നന്ദിയുടെ അടയാളമാണ്. മേൽഭാഗത്തിൽ നിന്നും മേലാധികാരിയിൽ നിന്നും ലഭിക്കുന്ന കൽപ്പനയെ ഏറ്റവും നന്നായി നീതിബോധത്തോടുകൂടി പ്രയോഗവൽക്കരിക്കുക, അത് ജീവിതത്തിൽ നടപ്പാക്കുക എന്നുള്ളത് അത് ഒരു കടപ്പാടിന്റെ ഭാഗം കൂടിയാണ്. അത് നന്ദിയുടെ അടയാളമാണ്. അപ്പൊ അള്ളാഹു പ്രപഞ്ചത്തിൽ മനുഷ്യന് വേണ്ടി എല്ലാം ഒരുക്കി വെക്കുകയും അതെല്ലാം ആസ്വദിച്ചും അറിഞ്ഞും അനുഭവിച്ചും മനുഷ്യനെ ജീവിക്കുമ്പോഴും നന്ദിയില്ലാതെ പോകുന്ന ഒരു മനുഷ്യനോട് പോലും അള്ളാഹു ഏറെ കാരുണ്യപൂർവ്വം വർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഹമീദ് എന്ന വാക്കിന് മുമ്പ് വനി എന്ന വാക്കിനെ അള്ളാഹു ഉപയോഗിച്ചത്, ഇവിടെ പ്രയോഗിച്ചത് എന്ന് ഷഅറാബി വിശദീകരിച്ചു പോകുന്നുണ്ട്. ഏതായാലും ജീവിതത്തിൽ നിത്യേന നന്ദിയുള്ളവരാകണം. അതുകൊണ്ടാണ് അഞ്ച് നേരങ്ങളിലുള്ള അദാന് ബാങ്ക് ധ്വനി നമ്മിലേക്ക് വരുമ്പോഴ് നമ്മുടെ ഉള്ളിലുള്ള അഹന്തയെ അത് വെട്ടി നിരത്തി ഏറ്റവും താഴ്മയുള്ളവനാവാൻ നമുക്ക് ആ വിളിയാളം പോലും നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമുക്കത് നിരന്തരം കേൾക്കുമ്പോഴ് അത് എന്തോ ചിലതെല്ലാം പറയുന്നു എന്നതിനപ്പുറം അത് സമൂഹത്തിലും വ്യക്തിയിലുമെല്ലാം സൃഷ്ടിക്കുന്ന പരിവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. മനുഷ്യന് പൊതുവെ ജീവിതത്തിൽ അഹങ്കാരം പ്രകടിപ്പിക്കുന്നവനാണ്, അഹന്ത പ്രകടിപ്പിക്കുന്നവനാണ്. ചെറുത് കിട്ടിയാൽ മതി, അത് അവന്റെ എന്തോ വലുതായിട്ട് അവന്റെ എന്തോ കഴിവ് കൊണ്ട് ലഭിച്ചതായി അവന് സ്വയം വിലയിരുത്തുകയും അതിൽ അവന് മഹാ അഹങ്കാരിയായിട്ട് മാറുകയും ചെയ്യുന്നവനാണ്. വ്യക്തിബന്ധങ്ങളിൽ പോലും അതവൻ പ്രകടിപ്പിക്കും. ഞാനെന്തോ വലിയവനാണ്, ഞാനെന്തോ വലിയ പ്രതാപിയാണ്, ഇതെല്ലാം എന്റെ കഴിവ് കൊണ്ട് ലഭിച്ചതാണ് എന്ന ചിന്തേനെ അവന് സമസൃഷ്ടികളോട് പോലും പെരുമാറും. എന്നാൽ അള്ളാഹു 5 നേരങ്ങളിൽ മനുഷ്യന്റെ ആ അനാനീയത്തിനെ, അവന്റെ ഞാനെന്ന ഭാവത്തെ അള്ളാഹു അക്ബർ എന്ന ശബ്ദം കൊണ്ട് അള്ളാഹു ഉടച്ചു കളയുന്നുണ്ട്. അള്ളാഹുവാണ് പ്രപഞ്ച സൃഷ്ടാവാണ്, ഏറ്റവും വലിയവൻ, അവനിൽ നിന്നുള്ള ധാരമാണ് നീ അനുഭവിക്കുന്നത് മുഴുവനും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നിരന്തരം ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഇടയിൽ പറഞ്ഞതുപോലെ അള്ളാഹു അക്ബർ എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലേ? പ്രപഞ്ചത്തിലേക്ക് നോക്കി, പ്രപഞ്ചത്തിന്റെ അഗാധതയിലേക്ക് ഉറ്റുനോക്കി അള്ളാഹുവേ ഇതിന്റെ മുഴുവനും സംവിധായകൻ നീയാണ്, നിനക്കാണ് സ്തുതി. ഇന്ന് സൂര്യൻ ഉദിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം കഷ്ടത്തിലാകും.
സൂര്യൻ അത് അങ്ങനെ നിലനിൽക്കുകയാണ്, രാത്രി വരുന്നില്ല. നമ്മുടെ ജീവിതം കഷ്ടത്തിലാകും, സമയം തെറ്റും, എല്ലാം തെറ്റിപ്പോകും. അതോടുകൂടി ഓർഡർ തെറ്റിക്കഴിഞ്ഞാല് പിന്നെ ഒന്നും കിട്ടൂല. അപ്പോ വളരെ കണിശമായി, വളരെ ബലിഷ്ഠമായ സംവിധാനങ്ങളിൽ മനുഷ്യ ജീവിതത്തിന് താളം നൽകിയിരിക്കുകയാണ് ഇവിടെ അള്ളാഹു. എവിടെയെങ്കിലും ഒരു ചെറിയൊരു തകരാറ് പറ്റിയാൽ മതി, അതതിന്റെ വളരെ ബലിഷ്ഠമായി, എവിടെയും പിഴക്കാതെ തെറ്റാതെ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒന്ന് പിഴച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം താളം തെറ്റും, എല്ലാം പിന്നെ ഡിസോർഡർ ആകും. അപ്പൊ ഇവിടെ അള്ളാഹു മനുഷ്യന് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിരിക്കുന്നു. അവിടെ നമ്മൾ ആ അനുഗ്രഹങ്ങളെ അനുഗ്രഹമായി കാണാതെ അതിന്റെ ഉള്ളിൽ ഞാനെന്തോ വലിയവനാണ് എന്ന ഭാവേന നടക്കുന്ന മനുഷ്യനെ 5 നേരവും നന്ദി കാണിക്കാൻ വേണ്ടി വിളിക്കുകയും എന്നിട്ട് അതിലൂടെ വിനയാന്വിതനായി മാറാൻ അള്ളാഹു ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഹയ്യാല സ്വലാ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി വരും. സ്വലാത്ത് എന്നുള്ളത് അത് നന്ദി പ്രകാശനത്തിന്റെ അടയാളമാണ്. അസ്വലാത്തു ദിക്റുൻ വശുക്റുൻ. സ്വലാത്ത് എന്നുള്ളത് അതെന്താണ്? നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ആ വാക്കിന്റെ ഉള്ളിലുള്ള ഒരു ആത്മാവിനെ കൊന്നുകളയാൻ പാടില്ല. മക്കളോട് നന്ദി കാണിക്കൂ, പടച്ചവനോട് നന്ദി കാണിക്കൂ എന്ന് ആ ധ്വനി കേൾക്കുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് അത് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചനാഥനിൽ നിന്നുള്ളൊരു വിളിയാളമാണ് എന്ന് കുട്ടിയെ ചെറുപ്പത്തിലേ ബോധ്യപ്പെടുത്തണം. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ കുട്ടിന്റെ മനസ്സുണരും. എനിക്ക് എന്റെ സൃഷ്ടാവിനോട് ഇന്ന രൂപത്തിലെല്ലാം നന്ദി കാണിക്കാൻ സമയമായിരിക്കുന്നു എന്ന് ആ കുഞ്ഞിന് തിരിയും, നമുക്ക് തന്നെയും തിരിയും. എന്നാൽ നമുക്ക് ആത്മാവില്ലാത്തൊരു വാക്കായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. സ്വലാത്ത്, നിസ്കരിക്കാൻ പറയും. എന്താണ് ഈ നിസ്കാരം? അങ്ങനല്ല, അസ്വലാത്ത്. അതുകൊണ്ടാണ് ഖുർആന് സ്വലാത്തിനെ ദിക്റുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അഖിമി സ്വലാത്ത ലിദിക്രി, നിങ്ങൾ സ്വലാത്ത് നിർവഹിക്കണം. എന്തിന്? ലിദിക്രി, എന്നെ സ്മരിക്കാൻ. ആരെയാണ് സ്മരിക്കുക? സ്മരണ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്? നിങ്ങൾ അഗാധമായി സ്പർശിക്കുന്ന ഒരു മനുഷ്യനെ മാത്രമേ നിങ്ങൾ എപ്പോഴും സ്മരിക്കുള്ളൂ, അല്ലാത്തവരെ സ്മരിക്കൂ. അപ്പൊ ജീവിതത്തിൽ നിരന്തരം സ്മരിക്കാൻ നമ്മൾ നിർബന്ധിതരായ ഒന്ന് അള്ളാഹുവിന്റെ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത്, അല്ലെ, ഒരു നിരമ്പ് എവിടെയെങ്കിലും ഒന്ന് പിണങ്ങിയാൽ മതി, ഒന്നത് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ചെറിയൊരു തകരാറ് സംഭവിച്ചാൽ മതി, ജീവിതം മുഴുവനും താളം തെറ്റും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണ് ഒന്ന് മങ്ങിപ്പോയാൽ മതി, അതോടുകൂടി ജീവിതം താളം തെറ്റി. ബാത്റൂമിൽ പോയിട്ടൊന്ന് മൂത്രമൊഴിക്കാൻ കഴിയാതെയായാൽ അതോടുകൂടിയിട്ട് എല്ലാം പിഴച്ചു. അങ്ങനെ ഓരോന്ന് നോക്കി നോക്കൂ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹി നുശൂർ. പടച്ചോനെ, ഇന്ന് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വളരെ സൗഖ്യപൂർവ്വം നമ്മളിതാ എഴുന്നേറ്റിരിക്കുകയാണ്, നമ്മൾ കേൾക്കുകയാണ്. ഇന്നിപ്പോ കേൾവിക്ക് തകരാറ് സംഭവിച്ച എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതാ ഈ പ്രഭാതത്തില് കണ്ണിന് കാഴ്ച ശേഷി നഷ്ടപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട്. എവിടൊക്കെയോ വേദനയും അതുപോലെ തന്നെ പ്രയാസങ്ങളും, ശരീരത്തിൽ പലയിടങ്ങളിലായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ഹോസ്പിറ്റലുകൾ, നമുക്ക് വീടിന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ആയിരക്കണക്കിന് മനുഷ്യര് വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് വേദന അനുഭവിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. തന്റെ ചുറ്റുമുള്ള ഭർത്താവിന് വേണ്ടി, കുഞ്ഞിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അങ്ങനെ തന്റെ ബന്ധുക്കൾക്ക് വേണ്ടി കരയുന്ന മനുഷ്യരുണ്ട്. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ എത്രയോ ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ചുറ്റും. എത്രയോ വീടുകളിൽ ഈ സമയം നിലവിളി ഉയരുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന ഭർത്താവിനെ ഓർത്തുകൊണ്ട് ഭാര്യമാര് കരയുന്നുണ്ട്, ഭാര്യയെ ഓർത്തുകൊണ്ട് ഭർത്താവ് കണ്ണുനീര് വാർക്കുന്നുണ്ട്. താൻ സ്നേഹിച്ച കുഞ്ഞ് വെള്ളപ്പുതപ്പിൽ, വെള്ളത്തുണിയിൽ പുതച്ചു കിടക്കുന്നത് കണ്ട് പൊട്ടിക്കരയുന്ന ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, കുടുംബ ബന്ധുക്കളുണ്ട്. അങ്ങനെ നമുക്ക് ചുറ്റും ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ ഓരോരുത്തരിലൂടെ, നമ്മിലൂടെ മറ്റുള്ളവർക്ക്, അവരിലൂടെ നമുക്കെല്ലാം തന്നെ അള്ളാഹു ജീവിതം എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഗാലിബ് പറയുന്നത് പോലെ മനുഷ്യന് വസ്ത്രം മാറുന്നത്
വസ്ത്രം ദിനേന മാറുന്നവനാണ് മനുഷ്യൻ. എന്നാൽ അണിഞ്ഞാൽ ഊരാത്തൊരു വസ്ത്രത്തെക്കുറിച്ച് ഓർക്കുന്നവർ വളരെ വിരളമാണ്. ആ വസ്ത്രം അങ്ങ് അണിഞ്ഞാൽ പിന്നെ അത് ഊരാൻ പറ്റൂല, അത് ഊരൂല. ആ വസ്ത്രത്തിന് പോക്കറ്റില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ആ പോക്കറ്റില്ലാത്ത അണിഞ്ഞാൽ ഊരാത്ത വസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിതത്തെ പാകപ്പെടുത്തുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ ചുറ്റും ഈ ആളുകളെല്ലാം ഈ രൂപത്തിലെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അവിടെ സ്വസ്ഥനായി നമ്മൾ ഇരിക്കുകയാണ്. എത്രമാത്രം ശുക്ർ ചെയ്യണം, എത്രമാത്രം നന്ദിയുള്ളവരാകണം. അതുകൊണ്ടാണ് അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ നിങ്ങൾ സ്വലാത്ത് നിർവഹിക്കണം. ആ സ്വലാത്ത് നിർവഹിക്കുമ്പോൾ എന്തിനെ കുറിച്ചെല്ലാം നിങ്ങൾ ഓർക്കണം? നിങ്ങളെ കുറിച്ച് ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, സമയത്തെക്കുറിച്ച്, ജീവനെ കുറിച്ച്, അതുപോലെ തന്നെ അനുഭവിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള ദാനങ്ങളെ കുറിച്ച് അങ്ങനെ നിരന്തരം ഓർത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹു വനീ എന്ന വാക്കിനെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇമാം ഷാറാബിന്റെ ഒരു ശ്രദ്ധേയമായ ഒരു വ്യാഖ്യാനമുണ്ട്. അദ്ദേഹം മൂസാ നബിയെയും ഫിറഔനെയും പറഞ്ഞു പോകുന്നിടത്ത് ഫറോവയുടെ ഒരു വാക്കിനെ ഉദ്ധരിച്ച് അള്ളാഹുവിന്റെ കാരുണ്യം തന്റെ ദാസനിൽ എങ്ങനെയാണ് അള്ളാഹു നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഫറോവ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ ദൈവം, ഞാനാണ് ഈ മിസ്റിനെ പരിപാലിക്കുന്നത്. എന്റെ നോട്ടമില്ലെങ്കിൽ, എന്റെ ഇടപെടലില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല, എല്ലാം ഞാനാണ്. അതിനാൽ ഉന്നതനായ ദൈവം, പരിപാലകൻ ഞാനാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഫറോവ, ആ ഫറോവയോട് പടച്ചോൻ എങ്ങനെയാണ് കരുണ കാണിച്ചത് എന്നാ. അതായത് 10 പുഷ് ചെയ്യുന്ന ആള് 100 പുഷ് ചെയ്യുന്ന ആളെ മുമ്പിൽ നോക്കിയിട്ട് ഞാൻ 10 പുഷ് ചെയ്തേ എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടല്ലോ. അതുപോലെയാണ് മനുഷ്യന് ഇവിടെ അഹങ്കരിക്കുന്നത്. അല്ലാഹു ഞാനാണ് ഏറ്റവും വലിയ പരിപാലകൻ എന്ന് പറയുന്ന മനുഷ്യന്റെ അരികിലേക്ക് അവന്റെ കാരുണ്യമായി ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് അവനോട് നീ അവന്റെ ധിക്കാര പ്രകടനത്തിനെ മുമ്പിൽ വെച്ച് അതേ രൂപത്തിൽ നീ അവനോട് സംസാരിക്കണം എന്ന് പറയല്ല ചെയ്യുന്നത്. ആ റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്നതിനോട് വഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, നീ ഏറ്റവും നന്നായി നീ അവനോട് പോയി സംസാരിക്കൂ എന്നാണ്. അതില് ആ വ്യക്തിനോടുള്ള അള്ളാന്റെ കാരുണ്യം ഒന്ന് നോക്കിയാട്ടെ. മനുഷ്യരെ കൊന്നുതള്ളുന്ന, 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ട് കൊന്നൊടുക്കുന്ന അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളോടും നിഷേധപൂർവമായ സമീപനം സ്വീകരിച്ച് ഞാനാണ് പടച്ചോൻ എന്ന് പറയുന്ന മനുഷ്യനോട് എങ്ങനെയാണ് സംസാരിക്കണം എന്നൊരു പ്രവാചകനെ അള്ളാഹു പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് ശീലിപ്പിക്കുന്നത്? വഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, ഏറ്റവും മൃദുലമായി സംസാരിക്കണം. അപ്പോ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന, അള്ളാഹുവിനോട് ധിക്കാരപൂർവ്വം സമീപിക്കുന്ന ഒരു ധിക്കാരിയായ മനുഷ്യനോട് സംസാരിക്കാൻ തന്റെ ശ്രേഷ്ഠനായ പ്രവാചകനോട് കൽപ്പിക്കുന്നത് ഏറ്റവും മാന്യമായ വാക്ക് ഉപയോഗിക്കണം എന്നാണ്. എന്നിട്ട് ഇമാം ഷഹറാവി പറയുന്നുണ്ട്, ഏറ്റവും ധിക്കാരപൂർണമായ വാക്കുപയോഗിച്ച മനുഷ്യനോട് ഖൗലൻ ലയ്യിനൻ എന്ന് പറഞ്ഞ അള്ളാഹു ഒരു വിഷയത്തെ അവരഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നെല്ലാം തന്നെ അള്ളാഹു പഠിപ്പിക്കുമ്പോഴേ അള്ളാഹു മുന്നോട്ട് വെക്കുന്ന കണ്ടീഷനുകളൊന്നും പാലിക്കാതെ നമ്മള് മറ്റുള്ളവരെ അധിക്ഷേപിച്ചിട്ടോ അവരെ അവഹേളിച്ചിട്ടോ നിന്ദിച്ചിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. ആദ്യം പടച്ച തമ്പുരാനിൽ നിന്ന് ഇത്തരത്തിലുള്ള നല്ല പാഠങ്ങൾ കേട്ടുപഠിക്കാൻ ഈ സമൂഹം തയ്യാറാകണം.
നിലപാടുകൾ ശരിപ്പെടുത്തണം. മറ്റു പ്രവാചകന്മാരിലേക്ക് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് നേതൃപാടവം എന്ന് പഠിക്കണം. എന്നിട്ട് ഒരു നായകൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടുത്തെ എല്ലാ നിയമ സംവിധാനങ്ങളെയും ഏറ്റവും നന്നായി പരിപാലിച്ചുകൊണ്ട് അരക്ഷിതാവസ്ഥക്ക് ഒരു നിലക്കുമുള്ള അവസരം നൽകാതെ സമൂഹങ്ങളെ മുഴുവനും ചേർത്ത് പിടിച്ചുകൊണ്ടും പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന അരികുവൽക്കരിക്കപ്പെടുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയെല്ലാം സ്നേഹിച്ചുകൊണ്ടും അവരോടെല്ലാമുള്ള മര്യാദകളെ ഏറ്റവും നന്നായി പാലിച്ചുകൊണ്ടും സമൂഹത്തിന് നന്മക്കും നീതിബോധത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ പ്രവാചകന്മാരിൽ നിന്നും ഏറ്റവും നല്ല പാഠം പഠിക്കണം. അതില്ലാതെ നിലവിളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയായി ഒരു ഭൗതിക സുന്നത്തിന്റെ ഭാഗമായി ഇതെല്ലാം തന്നെ അതങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ ഇവിടെ അള്ളാഹു ഒരു ധിക്കാരിയോട് പോലും ഏറ്റവും നല്ല സമീപനം അള്ളാഹു സ്വീകരിക്കും. അപ്പോ വിനയാന്വിതനായ മനുഷ്യനോടുള്ള സമീപനം എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ. അള്ളാഹു വനിയാണ്, അള്ളാഹു ഐശ്വര്യവാനാണ്, അള്ളാഹു ഹമീദാണ്, അള്ളാഹു ഏറെ സ്തുത്യർഹനാണ്. അള്ളാഹ്ക്ക് നമ്മുടെ സ്തുതിപാലനൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ അത് നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത്. അള്ളാഹു എല്ലാത്തിനും അപ്പുറം വനിയാണ്, അള്ളാഹു ഹമീദാണ്, ഏറ്റവും സ്തുത്യർഹനാണ്. ഇനി അള്ളാഹു ലുഖ്മാന്റെ ഉപദേശത്തിലേക്ക് അള്ളാഹു കടക്കുക. അതാണ് ഞാൻ ഇതിന്റെ ആമുഖമായി പറഞ്ഞത്. ഒരു പിതാവ് നേരിട്ട് ഒരു കുഞ്ഞിനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങളെ പറയുകയല്ല വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്, സൂറത്തുൽ ലുഖ്മാൻ ചെയ്യുന്നത്. അതിനപ്പുറം ആ ഉപദേശകന്റെ മഹത്വത്തെ അള്ളാഹു മുൻപേ നമുക്ക് പറഞ്ഞു തന്ന്, നിങ്ങളും ഉപദേശകരാകുന്നുവെങ്കിൽ, ഒരു പിതാവെങ്കിൽ നിങ്ങളും ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ഈ ആയത്ത് നമ്മളോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ടല്ലോ, വാപ്പാന്റെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ലല്ലോ എന്ന് കുട്ടികൾ പറയും. ഉമ്മാന്റെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അപ്പോ ഉപദേശിക്കുന്നതിന് മുമ്പ് പറയുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ലുഖ്മാനൽ ഹിക്മത എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തിലുണ്ട്. അത് ഒരു കുടുംബ ജീവിതത്തെ ഭദ്രമാക്കുന്നതിന് അനിവാര്യമാണ്. പറയുന്ന കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ഉപദേശിക്കാൻ പറ്റൂല, നമുക്കും പറയാൻ പറ്റൂല. അപ്പോ ഒരു പിതാവ്, ആ പിതാവ് ആരാണ്, ആ പിതാവിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഔന്നിത്യം എന്തൊക്കെയാണ്, ഇതെല്ലാം അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ആ പിതാവ് തന്റെ കുഞ്ഞിനോട് പറഞ്ഞ ഉപദേശങ്ങളെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. വഇദ് ഖാല, ഇനി നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക, ലുഖ്മാനെ തന്റെ കുഞ്ഞിനോട് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് സ്മരിക്കുക. വഹുവ യഇദുഹു, അദ്ദേഹം തന്റെ കുഞ്ഞിനെ ഉണർത്തുകയാണ്. എന്താണ്? യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിനോട് നീ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഷിർക്ക് എന്നുള്ളത്, അള്ളാഹുവിനോട് എന്തിനെയെങ്കിലും പങ്കു ചേർക്കുക എന്നുള്ളത്, അത് മഹാപാതകമാണ് മോനെ. ഇവിടെ ലുഖ്മാൻ, മഹാനായ ലുഖ്മാൻ തന്റെ കുഞ്ഞിനെ ഉപദേശിക്കുന്ന ഉപദേശ രീതിയെ, ഉപദേശിച്ച കാര്യങ്ങളെ, അതിന്റെ അപകടങ്ങളെ എല്ലാം ഈ ആയത്ത് ചേർത്ത് വെക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഇവിടെ യഇദുഹു, അദ്ദേഹം തന്റെ കുഞ്ഞിനെ ഉപദേശിക്കുന്നു. വഅള യഇദു, ഇവിടെ വഅള എന്ന് പറഞ്ഞാല് അത് ആ കുട്ടിക്ക് തന്നെ അറിയുന്ന ചില കാര്യങ്ങളാണ്, അത് ഉണർത്തുകയാണ് ചെയ്യുന്നത്.
അതിനെ ഉണർത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് അറിവുള്ള ഒന്നിനെ കുറിച്ച്, ഇതിനു മുമ്പ് തന്നെ നിനക്ക് അറിവുള്ള ഒന്നിനെ കുറിച്ചുള്ള ഒരു ഉപദേശം മാത്രമാണ്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വാക്കുപയോഗിച്ചത്? കാരണം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ ഫിത്രത്ത്, അവന്റെ പ്രകൃതം ഒരു സൃഷ്ടാവിനെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞ് സംസാര ശേഷി വീണ്ടെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാല്, സംസാരിക്കാന് തുടങ്ങിക്കഴിഞ്ഞാല്, തന്റെ അച്ഛന്റെ, അമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ, ഉമ്മയുടെ എല്ലാം കൈകളിൽ പിടിച്ച് നടക്കുമ്പോഴേ ചുറ്റുമുള്ള ഓരോന്നിനെ കുറിച്ചും ഇങ്ങനെ ചോദിക്കും ആ കുട്ടി. അപ്പൊ പൂവിലേക്ക് നോക്കിയിട്ട് ചോദിക്കും, ഇതിനാരാണ് ഇങ്ങനെ നിറം കൊടുത്തത്? മാനത്തേക്ക് നോക്കിയിട്ട് ചോദിക്കും, അമ്പിളിമാവനെ ആരാണ് അവിടെ കൊളുത്തി വെച്ചിരിക്കുന്നത്? നക്ഷത്രങ്ങളിലേക്ക് നോക്കിയിട്ട് ആരാണ് വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നത്? നിരന്തരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ആരാണ് ആരാണ് ആരാണെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഒരു ചെറിയ കുഞ്ഞിന്റെ ശുദ്ധബോധത്തിൽ ഇതിന്റെ പിറകിൽ ഒരു സംവിധായകനുണ്ട് എന്ന ഒരു ശുദ്ധമായ ബോധം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവന്റെ സൃഷ്ടിബോധത്തിൽ, അവന്റെ ഫിത്രത്തില് അവന്റെ സംവിധായകനെ കുറിച്ചുള്ള അഗാധമായ ചിന്തയും ബോധവും അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അത് ഈ ജഡമെന്ന, ഈ ശരീരമെന്ന ഒന്നിലേക്ക് നമ്മൾ സന്നിവേശിക്കുന്നതിന് മുമ്പേ നമ്മിൽ തന്നെ അള്ളാഹു അത് രൂഢമൂലമാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യ സന്തതികളെ ആദം നബിയുടെ മുതുകിൽ നിന്നും പുറത്തു കൊണ്ടുവന്നിട്ട് അലസ്തുബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ നാഥനല്ലയോ എന്ന് ചോദിച്ച ചോദ്യവും, ആ ചോദ്യത്തിന് മനുഷ്യൻ ബല, അതേ എന്ന് ഉത്തരം പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ബല എന്നുള്ള ഉത്തരത്തെ ഉണർത്തിക്കൊടുക്കുവാനാണ് എല്ലാ കാലത്തും ഭൂമിയിൽ പ്രവാചകന്മാർ വന്നത്. മനുഷ്യൻ അവന്റെ കൊച്ചുനാളിൽ, അവന്റെ ചെറുപ്രായത്തിൽ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി അവന്റെ ഉപ്പയോട്, ഉമ്മയോട്, അച്ഛനോട്, അമ്മയോട് ആരാണ് ഇതിന്റെ പിറകിൽ എന്നെല്ലാം അവൻ അത്ഭുതത്തോടു കൂടി ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ തന്നെ ചിന്താവളർച്ച പ്രാപിച്ച് അവന്റെ വയറിന് വേണ്ടി ഓടിത്തുടങ്ങിയാൽ അതുവരെയുള്ള അവന്റെ ആ ശുദ്ധബോധത്തിൽ നിന്ന് മാറി അവന്റെ വയറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും അവന്റെ ഒരു ചാൺ വയറിന്റെ പ്രശ്നങ്ങളെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട്, അവന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രപഞ്ചത്തെ കുറിച്ചുള്ള ചിന്തയും ആലോചനയും അതോടുകൂടി അവനിൽ നിന്ന് അസ്തമിക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രവാചകന്മാരെ കാരുണ്യമായി അള്ളാഹു നമ്മിലേക്ക് നിയോഗിക്കുകയും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ശുദ്ധബോധത്തെ വീണ്ടെടുക്കുവാൻ ഉണർത്തുപാട്ടുകാരായി അവർ നമുക്ക് പിറകിൽ ഓടി നടക്കുകയും ചെയ്യുന്നു. പ്രവാചകന്മാർ ഉണർത്തുകയാണ് ചെയ്യുന്നത്. വലയിൻ സഅൽതഹും, നീ അവരോട് പോയി ചോദിക്കൂ, മൻ ഖലഖസ് സമാവാതി വൽ അർള, ആരാണ് ആകാശഭൂമികളെ സംവിധാനിച്ചവൻ? വലയിൻ സഅൽതഹും മൻ ഖലഖഹും, അവരെ ആരാണ് സംവിധാനിച്ചത് എന്ന് നീ ചോദിച്ചു നോക്കൂ. വലയിൻ സഅൽതഹും മൻ ശഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയവൻ ആരെന്ന് നീ പോയി ചോദിച്ചു നോക്കൂ. വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ, വാനലോകത്തിൽ നിന്നും നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കുന്നവൻ ആരെന്ന് നീ പോയി ചോദിച്ചു നോക്കൂ. അപ്പോ അവന്റെ ചിന്തയിലുള്ള ഒന്നിനെ ഉണർത്തിക്കൊടുക്കുകയാണ് പ്രവാചകന്മാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദഅവത്തിന്റെ പണ്ഡിതന്മാർ എപ്പോഴും പറയണത്, ദൈവമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ഒരു പ്രവാചകൻ വന്നിട്ടില്ല, അങ്ങനെ വരേണ്ട ആവശ്യമില്ല. എത്ര നിഷേധിച്ചാലും അവന്റെ ജീവിതത്തിൽ ജീവിതവും മരണവും മുഖാമുഖം കണ്ടുമുട്ടുമ്പോൾ ഏതൊരു നിഷേധിയും പടച്ചോനെ കാത്തുരക്ഷിക്കണേ എന്ന് പറയും. അറിയാതെ അവന്റെ ഉള്ളിൽ നിന്നും അവന്റെ സംവിധായകനെ കുറിച്ചുള്ള ബോധം അവൻ പ്രകടിപ്പിക്കും. അപ്പോ മനുഷ്യനിൽ തന്നെ മനുഷ്യൻ സ്വയം ഇഅ്തിറാഫ് ചെയ്യുന്ന, ഏറ്റു സമ്മതിക്കുന്ന, അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അനിഷേധ്യമായ സത്യമാണ് ഈശ്വര സത്യം എന്നുള്ളത്.
അതുകൊണ്ടാണ് ഇവിടെ ലുക്മാൻ തന്റെ കുഞ്ഞിനെ ഉപദേശിക്കുമ്പോൾ വഹുവ യഇലുഹു എന്ന് പറഞ്ഞത്. എന്നിട്ട് മോനെ, പടച്ചോനോട് നീ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അപ്പൊ പടച്ചോൻ എന്നുള്ളത്, സ്രഷ്ടാവ് എന്നുള്ളത്, പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അനിഷേധ്യമായ ബോധ്യമാണ്, സത്യമാണ്. നമ്മൾ വിശ്വാസം എന്ന് പറയുന്നു. ആ വിശ്വാസം എന്ന് പറയുന്നത് ഏത് വാക്കിനെയാണ്? ഈമാൻ എന്ന വാക്കിനെയാണ്. ഈമാൻ എന്ന വാക്ക് വിശ്വാസം എന്ന വാക്കിനോട് അത് സമരസപ്പെടുന്നു എന്നുള്ളതെല്ലാം നമ്മൾ ഉപയോഗിച്ച് അത് ശോഷിച്ചു പോയൊരു വാക്കാണ് ഈമാൻ എന്നുള്ളത്. തെറ്റായ വാക്ക് ഉപയോഗിച്ചിട്ട് അതൊരു നിർഭയത്വം പ്രാപിക്കലാണ്. പടച്ചോനെ മനസ്സിലാക്കി പ്രപഞ്ചനാഥനെ തിരിച്ചറിഞ്ഞ് ആ പ്രപഞ്ചനാഥനിലുള്ള അഗാധമായ ഹൃദയബന്ധമാണത്. ആ ഹൃദയബന്ധത്തിൽ എന്തുണ്ട്? നിർഭയത്വമുണ്ട്, തവക്കുലുണ്ട്, വരമേൽപ്പിക്കലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തിൽ നിങ്ങൾ നിർഭയത്വമുള്ളവരാണെങ്കിൽ നിങ്ങൾ പടച്ചവരിൽ നിങ്ങൾ അഭയം പ്രാപിക്കൂ എന്ന് പറയുന്നത്. അഭയം പ്രാപിക്കുന്നത് എപ്പോഴും ആരിലായിരിക്കും? നമ്മൾക്ക് പൂർണ്ണ വിശ്വാസമുള്ളവരിൽ മാത്രമായിരിക്കും. ഇവൻ എന്നെ സംരക്ഷിക്കാൻ കഴിവുറ്റവനാണ് എന്ന് അറിയുന്നവരിൽ മാത്രമായിരിക്കും. അല്ലാത്തവരിൽ നമ്മൾ അഭയം പ്രാപിക്കൂല. അപ്പോ ഇവിടെ പടച്ചോനെ തിരിച്ചറിയുക എന്നുള്ളത്, പടച്ചവനെ കുറിച്ച്, പ്രപഞ്ചനാഥനെ കുറിച്ച്, സർവശക്തനായ സർവേശ്വരനെ കുറിച്ചുള്ള ബോധം എന്നുള്ളത് മനുഷ്യന്റെ ഫിത്രത്തിന്റെ ഭാഗമാണ്, അവന്റെ പ്രകൃതിപരമായ ഒരു ഹൃദയബന്ധത്തിന്റെ ഭാഗമാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. സമയം തീർന്നെന്ന് വിചാരിക്കുന്നു. അപ്പോ അടുത്ത ആഴ്ച നമുക്ക് ബാക്കി പറഞ്ഞു പോകാം. വാഹദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.